ഹായ് ഹലോ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികൾ തുടങ്ങി. രാവിലെ ചപ്പാത്തിയാണ്. സ്ഥിരമായിട്ട് ഇവിടെ ചപ്പാത്തി തന്നെയാണ്. നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. വേറെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടാറുമില്ല. കഴിക്കാനൊട്ട് ഞങ്ങൾ നിൽക്കാറുമില്ല. മിക്ക ദിവസവും രാവിലെ ഞങ്ങൾ രണ്ടുപേരും കഴിക്കാറില്ല. പിന്നെ ഇന്ന് ഒരു ലീവുള്ളത് സൺഡേ ആണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇത്. രാവിലെ അപ്പം മറ്റേ പാക്കറ്റ് ചപ്പാത്തിയൊക്കെ ഞങ്ങൾ മേടിച്ചു. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പാക്കറ്റ് ചപ്പാത്തി എല്ലാം നല്ലതല്ലെന്നറിയാം, എന്നാലും നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടും അതുമല്ല, ഇന്ന് നമുക്കൊരു യാത്രയുണ്ട്. വേറെ ദൂരങ്ങളുമല്ല, തിരുവല്ല വരെ. നമ്മുടെ ഒരു റിലേറ്റീവ് അവിടെ അഡ്മിറ്റായിട്ട് കിടപ്പുണ്ട്. അപ്പം ആളെ കാണാൻ പോകണം. അതുകൊണ്ട് രാവിലെ ജോലിയെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കണേ. കൂട്ടിന് ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ ആൾക്കൊരു പൊതിച്ചോറ് കിട്ടിക്കൊണ്ട് പോകാമെന്ന് വെച്ച് 2-3 ആഴ്ചയായി ഹോസ്പിറ്റലായിട്ട്. അപ്പോൾ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം. അവിടെ ഫുഡ് കിട്ടും. ഇവിടെ പുഷ്പഗിരിയിൽ ഫുഡ് കിട്ടും, നല്ല നല്ല ഫുഡ് കിട്ടും. എന്നാലും നമ്മൾ പോകുമ്പം നമുക്കൊരു സമാധാനം, ഒരു പൊതിച്ചോറുണ്ടാക്കിക്കൊണ്ട് പോകാൻ. അപ്പം നല്ല ചോറും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ചമ്മന്തിയും മുട്ട പൊരിച്ചതൊക്കെ ആയിട്ട് ചെറിയൊരു പൊതിച്ചോറ്. മീൻ കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ഫിഷ് ഫ്രൈ ഇല്ല. അങ്ങനെ ഞാൻ പൊതിച്ചോറൊക്കെ കിട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ പോയിട്ട് ഞാൻ അമ്മയും അമ്മയും കൊണ്ട് ഞാൻ സ്കൂട്ടറിൽ പോയിട്ട് കോഴഞ്ചേരി അവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി തിരുവല്ലയ്ക്ക് പോയി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും ആളും ബഹളമൊന്നുമില്ല. ബസ്സിലാണെങ്കിലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ല പഴയൊരു വൈബ്. സ്കൂൾ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ പാട്ടൊക്കെ ഇട്ട ബസ്സിലിരുന്ന് യാത്ര പോകാൻ നല്ല രസമല്ലേ. ആ ഒരു ഫീലായിരുന്നു കേട്ടോ. പാട്ടൊക്കെ ഇട്ട് അതിൻ്റെ അവിടെ നല്ല മഴയെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത മഴയാണ്. ഞങ്ങൾ സ്കൂട്ടർ വെച്ച് നനഞ്ഞായിരുന്നു കേട്ടോ. കോട്ടെടുക്കാനും മറന്നുപോയി. പിന്നൊരു മഴ തോരുന്നേരം വരെ അവിടെ നിന്നിട്ട് അത് കഴിഞ്ഞിട്ടൊക്കെ ബസ് കയറിയപ്പോൾ താമസിച്ചെന്തായാലും. നമ്മൾ തിരുവല്ലായി വന്നപ്പോഴത്തേക്കിന് ഏകദേശം 1 മണി കഴിഞ്ഞു. ഞാൻ ഈ പുഷ്പഗിരി ഹോസ്പിറ്റൽ ആദ്യമായിട്ടാണ് വരെ പോകുന്നത് കേട്ടോ. നമ്മുടെ അടുത്താണ് കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ എന്ത് അസുഖം വന്നാലും ഒന്നെങ്കിൽ കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മുത്തൂറ്റ് പൊയ്യാനിൽ അവിടെയൊക്കെയല്ലേ പോകുന്നത്. പുഷ്പഗിരി ഞാൻ ആദ്യമായിട്ട് പോകട്ടെ. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് പോകാം. ഇന്നവരെ കണ്ടിട്ടില്ല, ഫോട്ടോയിലല്ലാതെ ഞാൻ നേരിട്ട് പോവാം. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ നമ്മുടെ അടുത്തുള്ളവരൊക്കെ പുഷ്പഗിരി പോകുന്നു നിൽക്കുമ്പോൾ നമുക്ക് ഒരു ദൈവമേ പോകാനുള്ളത് കൊണ്ടല്ല, ആശുപത്രി ഒന്ന് കാണാനുള്ള ആഗ്രഹം. അങ്ങനെ തിരുവല്ല നമ്മൾ ബസ് ഇറങ്ങി. അവിടുന്ന് നടക്കാനുള്ള ദൂരം ഉള്ളായിരുന്നു കേട്ടോ, പക്ഷെ നമുക്കറിയത്തില്ലായിരുന്നു. അതുമല്ല മഴയുമല്ലേ, അമ്മയും കൂടെ ഉള്ളപ്പം വെറുതെ നടന്ന് ഇതാവണ്ട, ക്ഷീണിക്കണ്ടെന്നോർത്ത് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാൽ നമ്മൾ ആശുപത്രിയിലോട്ട് പോയത്. ആ ഓട്ടോ ചേട്ടൻ 50 രൂപ മേടിച്ചു കേട്ടോ. പക്ഷേ പിന്നെ ഞങ്ങളറിഞ്ഞ് ഇത്രയും അടുത്തായിരുന്നു. 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററേ ഉള്ളെന്ന് തോന്നുന്നു. നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ മഴ ആയതുകൊണ്ടൊക്കെയാണ്. പക്ഷെ നമ്മൾ തിരിച്ച് വന്നപ്പോഴും അവിടെ നിന്ന് ഓട്ടോയ്ക്ക് നല്ല മഴയുണ്ടായിരുന്നു. കുഞ്ഞും ഉണ്ടായിരുന്നു. നമ്മൾ അല്ലു ഉണ്ടായിരുന്നുകൊണ്ട് നനയുണ്ടായെന്ന് വിചാരിച്ച് ഓട്ടോ പിടിച്ച ബസ് സ്റ്റാൻഡ് വരെ പോയി. പക്ഷേ പുള്ളി 40 രൂപ മേടിച്ചുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ആശുപത്രി ചെന്നു, ആളെ കണ്ടു. അപ്പം അല്ലിക്കുട്ടൻ്റെ ബിസ്ക്കറ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. ചെന്ന പാടെ ഞാൻ അടുത്തങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റലൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. ടൂറ് പോയതല്ല കേട്ടോ, കാണാൻ വേണ്ടി ഇറങ്ങി. നല്ല വ്യൂ ആണ് അവിടെ. 3ാമത്തെ നിലയിലാണ് ആൾ അഡ്മിറ്റായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല രസം. അറിയാമല്ലോ എല്ലാവർക്കും, നല്ല ഭംഗിയാണ് കാണാൻ, നല്ല വ്യൂ ആണ്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ അമ്മയും കൂടെ നടക്കുവാണേ. നമ്മൾ ചെന്നത് ഹോസ്പിറ്റലിൽ വിസിറ്റിംഗ് ടൈം അല്ലായിരുന്നു കേട്ടോ, നമുക്കറിയത്തില്ലായിരുന്നു. അവിടെ വൈകിട്ട് 4 മണി തൊട്ട് 6 മണി വരെ എന്തോ 6 മണി വരെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ അവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റി ചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, കയറ്റി വിടാൻ പറ്റത്തില്ല, വിസിറ്റിംഗ് ടൈം അല്ലാന്ന്. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു കുറച്ച് ദൂരെ നിന്ന് വരുക, ചോറും കൊണ്ടൊക്കെ വന്നാന്ന് പറഞ്ഞപ്പോൾ അവർ പാസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ബൈസ്റ്റാൻഡറിനൊക്കെ അല്ലേ പാസ്സുള്ളൂ. ഞങ്ങൾ പിന്നെ എന്നിട്ട് പുള്ളിക്കാരി അതൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് നമ്മളെ കയറ്റി വിട്ടു. പെട്ടെന്ന് ഇറങ്ങി വരണേന്നും പറഞ്ഞാണ് വിട്ടത്. പക്ഷെ നമ്മൾ താമസിച്ചാണ് പോയത്. ഒരു 1-2 മണിക്കൂറൊക്കെ അവിടെ ഇരുന്നിട്ടാണ് പോയത്. ചെന്ന പാടെ അങ്ങനെ ഇറങ്ങിപ്പോരാൻ പറ്റുമോ? എപ്പോഴും പോകാൻ പറ്റുന്നില്ലല്ലോ. അതുമല്ല നമ്മൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് കുറച്ച് ദൂരവും ഉണ്ട്. അപ്പോൾ പോയ സ്ഥിതിക്ക് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോരാമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് നമ്മളുണ്ടാക്കിയ പൊതിച്ചോറ് കിടക്കുകയാണ്. അതിങ്ങനെ
കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. രാവിലെ എങ്ങാണ്ട് 2 ചപ്പാത്തി കഴിച്ചിട്ട് ഇറങ്ങിയാണ്. ഉച്ചയ്ക്ക് 3 മണിയോളമായി കഴിച്ചപ്പം. അപ്പോഴത്തേക്കിന് ആ വാഴയിലൊക്കെ ഇരുന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓർക്കുമ്പോൾ കൊതി വരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് നമ്മളിറങ്ങി ഏകദേശം ഒരു 5 മണിയായെന്ന് തോന്നുന്നു കേട്ടോ. 5 മണിയായി. നല്ല രസമില്ല അവിടെയൊക്കെ കാണാൻ. നമ്മളതിൽ നടന്ന് ആശുപത്രിയുടെ ഓപ്പോസിറ്റ് തന്നെ ഓട്ടോ സ്റ്റാൻഡുണ്ട്. അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് തിരുവല്ല സ്റ്റാൻഡിൽ വന്നു. ഞാൻ പറഞ്ഞില്ലേ 40 രൂപ ചേട്ടൻ മേടിച്ചുള്ളൂ കേട്ടോ. ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് വന്നു, ബസ് സ്റ്റാൻഡിൽ കയറി ബസ് കിട്ടി. വന്നപ്പോൾ തന്നെ ബസ്സും കിട്ടി. തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരിക്ക് എപ്പോഴും വണ്ടിയുണ്ടല്ലോ, ഒത്തിരി നേരം നിൽക്കേണ്ടതൊന്നും വന്നില്ല. നമ്മളങ്ങനെ ബസ്സിന് കയറി. അപ്പോഴും ഫുള്ള് മഴയാണ് കേട്ടോ, ഭയങ്കര മഴയാണ്. അപ്പോൾ ഈ മഴയത്ത് ആ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലത്തോട്ട് കയറുന്ന ആ വഴിയൊക്കെ നല്ല ഭംഗിയല്ലേ നോക്കി. നമ്മുടെ ട്രെയിൻസൊക്കെ കാണാം, നല്ല ഭംഗിയാട്ടോ. മഴയത്ത് ബസ് യാത്ര, പാട്ട് വൈബല്ലേ. നമ്മളൊരു മാർച്ച് ഏപ്രിൽ ആ സമയത്ത് ഓർക്കും ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ. അന്നേരം ഭയങ്കര ചൂടല്ലേ, ഒന്ന് പുറത്തിറങ്ങാനും പറ്റത്തില്ല, ഭയങ്കര ചൂടും അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള കറണ്ട് പോക്കും എല്ലാം കൂടെ. ഇപ്പം നമ്മൾ ഓർക്കും ദൈവമേ ഒരു ശകലം വെയിൽ കിട്ടിയിരുന്നെങ്കിൽ. കാരണം നമ്മുടെ തുണി ഉണങ്ങത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മഴ സമയത്ത്. അതാണല്ലോ കാലാവസ്ഥ. നമ്മളങ്ങനെ തിരുവല്ല ഏകദേശം കഴിയാറായി. നമ്മുടെ പുല്ലാട് ജംഗ്ഷനൊക്കെ അങ്ങനെ നമ്മുടെ കോഴഞ്ചേരി എത്തിയിട്ട്. ഇതാണ് നമ്മുടെ പുതിയ പാലം. നമ്മുടെ കോഴഞ്ചേരിയിൽ നിന്ന് മാരാമണ്ണിലോട്ടായത് ചെന്ന് കയറുന്നത്. ചിലപ്പോൾ ഈ വലിയ ട്രാഫിക്കൊക്കെ ഒഴിവാക്കാൻ പറ്റുമായിരിക്കും ആ പാലം പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ. കുറേ വർഷങ്ങളായി കേട്ടോ പണിയൊക്കെ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കോഴഞ്ചേരി വന്നു കഴിഞ്ഞു. ഒരു ചായ കുടിക്കാനോർത്ത് നമ്മൾ പുയ്യാനി ജംഗ്ഷനിലുള്ളൊരു ബേക്കറി കയറി ചായയൊക്കെ കുടിച്ചു. അവിടെ എഗ്ഗ് പപ്സ് ഒന്നും ഇല്ല എന്നിട്ട്. എനിക്ക് എഗ്ഗ് പപ്സ് ഇഷ്ടം. അവിടെ ഒരു ബനാന പപ്സ് മാത്രമേ ഉള്ളായിരുന്നു. ബനാന പപ്സും അങ്ങനെ ഒരു ചായയും കുടിച്ചു. അത് കഴിഞ്ഞ് അമ്മയെ വീട്ടിലാക്കിയിട്ട് തിരിച്ച് ഞാൻ എൻ്റെ ആറന്മുള വീട്ടിൽ വന്നു. ആറന്മുള വീട്ടിൽ വന്നൊരു കട്ടൻ ചായയും കുടിച്ച് ഹൽദിറാമിൻ്റെ നട്ട്സില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിച്ചു സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, ബായ്.